മനുഷ്യൻ ആത്യന്തികമായി നഗരമൊക്കെ ഉപേക്ഷിച്ച് ഗ്രാമത്തിലേക്ക് തന്നെ തിരിച്ചു ചേക്കേറാനായിട്ട് എപ്പോഴും ആഗ്രഹിക്കും. എത്ര മനോഹരമായ ഒരു ഗ്രാമം. ഹൈഡി തൻ്റെ കുഞ്ഞാടുകളെയൊക്കെ മേയിച്ചുകൊണ്ട് നടന്നിരുന്ന സ്ഥലങ്ങളാണ്. ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ നമ്മുടെ OV വിജയൻ രവി എന്ന ഒരു കഥാപാത്രത്തിനെ ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട്. പട്ടണത്തിൽ നിന്ന് വന്ന് ഒരു ഗ്രാമപ്രദേശത്ത് താമസം ഉറപ്പിക്കുകയും അവിടെയുള്ള മനുഷ്യരുമായിട്ടൊക്കെ ഇടപെട്ട് അവിടുത്തെ സംസ്കാരം, അവരുടെ വിശ്വാസങ്ങൾ, ഇതൊക്കെ അയാളെ എന്തുമാത്രം സ്വാധീനിക്കുന്നു, അങ്ങനെ ആ വില്ലേജുമായിട്ട്, ആ ഗ്രാമവുമായിട്ട് അയാളുടെ മനസ്സ് എന്തുമാത്രം താതാത്മ്യം പ്രാപിക്കുന്നു എന്നൊക്കെയുള്ളതാണ് ആ നോവലിൻ്റെ തീം എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ യാത്ര സ്വിറ്റ്സർലൻഡിലെ മൈൻഫീൽഡ് എന്ന സ്ഥലത്തുള്ള തീം വില്ലേജായ ഹൈഡിഡോർഫ് അഥവാ ഹൈഡി വില്ലേജിലേക്കാണ്. സ്യൂറിക്കിൽ നിന്നും 110 കിലോമീറ്ററോളം നമ്മൾ ഈ ബസ്സിൽ യാത്ര ചെയ്താണ് സീ ലെവലിൽ നിന്നും 2300ഓളം അടി ഉയരത്തിലുള്ള ഒരു കുന്നിൻ ചെരുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്വിസ് ഗ്രാമത്തിലേക്ക് എത്തുന്നത്. സ്വിസ് ഓതറായ യൊഹാന സ്ഫീറി 1881 പബ്ലിഷ് ചെയ്ത ഒരു ബാലസാഹിത്യ കൃതിയാണ് ഹൈഡി. പിന്നീട് ഈ കൃതിയെ അടിസ്ഥാനപ്പെടുത്തി ഒരുപാട് മൂവികളും TV സീരീസുകളും ഒക്കെ വന്നിട്ടുണ്ട്. കഥയുടെ സമ്മറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേന്ദ്ര കഥാപാത്രമായ ഹൈഡി ഒരു അനാഥ ബാലികയാണ്. അവളെ ചെറുപ്പത്തിൽ ഒരു ബന്ധു സ്വിറ്റ്സർലൻഡിലെ ഉൾപ്രദേശത്തുള്ള ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന മുത്തച്ഛൻ്റെ വീട്ടിൽ ഉപേക്ഷിച്ച് കടന്നു കളയുന്നു. മുത്തച്ഛനുമായും ഗ്രാമവുമായും ഒക്കെ പൊരുത്തപ്പെട്ടു പോകാനായിട്ട് ആദ്യം ഹൈഡിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ക്രമേണ ഹൈഡി തൻ്റെ പ്രസരിപ്പ് കൊണ്ട് മുത്തച്ഛൻ്റെയും പിന്നെ ആ ഗ്രാമത്തിൻ്റെ തന്നെയും കണ്ണിലുണ്ണിയായിട്ട് മാറുന്നു. അങ്ങനെ ഇരിക്കെ ആ സന്തോഷ ദിനങ്ങളിൽ ഒന്നിൽ ആ പഴയ ബന്ധു വീണ്ടും ഗ്രാമത്തിലേക്ക് തിരിച്ചു വരികയും ഹൈഡിയെ നിർബന്ധപൂർവം പട്ടണത്തിലുള്ള ഒരു സമ്പന്നന്റെ വീട്ടിലെ ഭിന്നശേഷിക്കാരിയായ ഒരു ബാലികയുടെ തോഴിയായിട്ട് നിർത്താനായി കൊണ്ടുപോവുകയും ചെയ്യുന്നു. ക്രമേണ ഈ ഹൈഡി ആ സമ്പന്നന്റെ വീട്ടിലെ ബാലികയായ ക്ലാരയുമായിട്ട് ഒരുപാട് അടുക്കുകയും അവർക്കെല്ലാം ഒരു ചൈതന്യമായിട്ട് മാറുകയും ചെയ്യുന്നു. പക്ഷെ എന്നിരുന്നാൽ തന്നെയും മുത്തച്ഛനെ പറ്റിയും ആ ഗ്രാമത്തെ പറ്റിയൊക്കെയുള്ള ഓർമ്മകളിൽ ഒരു വിഷാദ രോഗിയായിട്ട് ഹൈഡി മാറുന്നു. അങ്ങനെ ദിനം പ്രതി ഹൈഡിയുടെ ആരോഗ്യമൊക്കെ നശിച്ചു വന്നപ്പോൾ ഒരു വൈദ്യന്റെ നിർദ്ദേശപ്രകാരം ഹൈഡിയെ പഴയ ഗ്രാമത്തിലേക്ക് തിരിച്ചയക്കുന്നു. ഹൈഡിയുടെ തിരിച്ചുവരവോടെ മുത്തച്ഛനും ആ ഗ്രാമത്തിന് തന്നെയും ഒരു പുതുജീവൻ കൈവരികയാണ്. ഹൈഡിയെ പിരിഞ്ഞ് ജീവിക്കാൻ കഴിയാതെ ക്ലാര ഹൈഡിയോട് ഒത്തുചേരാനായിട്ട് ഹൈഡിയുടെ ഗ്രാമത്തിലേക്ക് വന്നിരുന്നു. ഗ്രാമത്തിലെ സന്തോഷഭരിതമായ ജീവിതവും അവിടുത്തെ നല്ല വായുവും ഒക്കെ ക്ലാരയെ മാറ്റിമറിക്കുന്നു. അവൾ ക്രമേണ തന്റെ വീൽ ചെയറൊക്കെ ഉപേക്ഷിച്ച് സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഇങ്ങനെ സന്തോഷ പര്യവസായിയായിട്ടുള്ള ഒരു മനോഹര കൃതിയാണ് ഹൈഡി. അപ്പൊ ഹൈഡി എന്ന ഈ സ്റ്റോറി ഒരുപാട് പേരെ സ്വാധീനിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ. അപ്പൊ അങ്ങനെ ഈ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു തീം വില്ലേജ് ആണ് ഈ ഹൈഡി വില്ലേജ് എന്ന് പറയുന്നത്. നല്ല മഴയാണ്, ചന്നം ചിഹ്നം പെയ്യുന്ന മഴ. എന്നിരുന്നാലും ഹൈഡി ലാൻഡിന്റെ കാഴ്ചകൾ അവോയ്ഡ് ചെയ്യാൻ വയ്യാത്തതാണ്. മഴയാണെന്നുണ്ടെങ്കിലും നമുക്ക് സത്യം ഒന്ന് നടന്ന് കാണാം. ഒരു ടിപ്പിക്കൽ സ്വിസ് വില്ലേജ് ആണ്. നമുക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ഒരുപാട് സഞ്ചാരികൾ വരുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഹൈഡി ലാൻഡിന്റെ കാഴ്ചകളിൽ കൂടെ നമുക്ക് നടക്കാം. അല്ലേ, കൊച്ചു കൊച്ചു വീടുകളും നമ്മളിപ്പോ കുറേ പശുക്കളെയൊക്കെ കണ്ടു. പണ്ടുകാലം മുതലേ സ്വിസ് വില്ലേജുകൾ ഇങ്ങനെയാണ്. ഇതിന്റെ ഒരു എന്താ പറഞ്ഞ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. ഒരുപാട് ഹോളിവുഡ് മൂവീസിലും പിന്നെ അതല്ലാതെ ഒരുപാട് സീരീസായിട്ട് TV സീരീസായിട്ടും ഒക്കെ വന്നതാണ് ഹൈഡിയുടെ കഥ. ഒരു യൂറോപ്യൻ ബാലസാഹിത്യമാണ്, വളരെ പ്രസിദ്ധമായതും 55ഓളം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടതുമായിട്ടുള്ള ഒരു ബാലസാഹിത്യമാണ്. We just go in there later. We have the coffee there. Thank you. Okay. So this is the one Heidi house. This is the Heidi village Okay. right here. And the Heidi village is a museum-style gathering of 4 houses. Okay. So that is the original right up here, the number 1. Uh-huh. And that is the original house where this little girl, Amalia, used lived in. Okay. The other ones are following the Heidi story under replicas. All right. So if you want to go inside the houses, then you have to buy yourself a ticket in the ticket shop. Okay. Right there. Uh-huh. And then you have an admission for all 4 houses. All right. All these 4 houses. And the reference time is roughly 30 minutes. Okay. അപ്പോൾ ഹൈഡിയുടെ വീട്ടിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
ഇതാണ് ഹൈഡിയുടെ വീട്, ഹൈഡീസ് ഹൗസ് ഉണ്ടല്ലേ. അപ്പൊ ഇവിടേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് വേണം. ഹൈഡിയുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. സ്കെയ്റ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഹൈഡിയുടെ വീട് യഥാർത്ഥത്തിൽ. അപ്പൊ ഇത് ഹൈഡിയുടെ വിന്റർ സമയത്ത് ഫുഡൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന സ്റ്റോറേജ് ആണ് ഉണ്ടല്ലേ. ഇവിടെ ആണ് ഒരു ക്യാബേജും ഒക്കെ വെച്ചിട്ടുണ്ട്, പലതരം വീപ്പകള്. ഇതിലൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ചീസാണ്. ഇതൊക്കെ ആണ് ഹൈഡിയുടെ വീടിന്റെ അറഭാഗമാണ് ഇതൊക്കെ. ഇവിടെ ചീസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഭരണി, പൊട്ടാറ്റോ, ആപ്പിള്, ഇങ്ങനെയുള്ള കാര്യങ്ങള്, സോസേജുകളൊക്കെ തൂക്കിയിട്ടിരിക്കുന്നുണ്ടല്ലേ. വെളുത്തുള്ളി ഒക്കെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇത് ഹാം തൂക്കിയിട്ടിരിക്കുന്നു. അങ്ങനെ രസകരമായ കാഴ്ചകളാണ്. ഇവിടെ ഫയർ പ്ലേസിലൊക്കെ ഉപയോഗിക്കാനായിട്ട് ഉള്ള വിറകുകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. ഇത് നമ്മള് വീടിന്റെ മുകൾ ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെയും കുറെ വിറക് കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പല അടുക്കളയിൽ ഉപയോഗിക്കുന്ന പലതരം ഉപകരണങ്ങൾ, റാന്തൽ, ഉളക്ക്, ബ്രെഡ്, പിന്നെ മാവൊക്കെ പരത്താൻ വേണ്ടിയുള്ള ഉപകരണങ്ങൾ, കുറെ ഷൂസ്, തുണികൾ. ഇവിടെയാണ് പീറ്ററും പിന്നെ ഹൈഡിയും കൂടെ ഒക്കെ ഇടയ്ക്ക് വന്നിരുന്ന സ്റ്റോറി ബുക്കുകളൊക്കെ വായിക്കുകയും ഒക്കെ ഒരുമിച്ചിരിക്കുകയും സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഉണ്ടല്ലേ. ഇങ്ങനെയായിരുന്നു അവരുടെ ജീവിതം എന്നുള്ളത് ഡെപിക്റ്റ് ചെയ്യുകയാണ്. നെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനറികളും ഒക്കെ വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ. ഇവിടെ ഒരു ഹൈഡിയുടെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു പെട്ടിയുണ്ട്. അപ്പോൾ ഈ വിൻഡോയിൽ കൂടെയൊക്കെ ഹൈഡി ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നോക്കിയിരുന്നിരിക്കാം അല്ലേ. ആ കഥകളൊക്കെ വായിച്ചിട്ടുള്ളവർക്കറിയാം, ചെറിയ പ്രായത്തിൽ ഈ കഥകളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. മുകളിലത്തെ അറയിലേക്ക് പോകാനുള്ള സംഭവങ്ങൾ. അടുക്കള, ഹൈഡിയുടെ അടുക്കള, അതിലെ കാഴ്ചകൾ. ഒരു തട്ടുംപുറമുണ്ട്. ഈ തട്ടുംപുറത്ത് എന്താണ് കാഴ്ച എന്നുള്ളത് ആണ്. അതാണ് ഹൈഡിയുടെ റൂം യഥാർത്ഥത്തിൽ. ഇതായിരുന്നു ഹൈഡിയുടെ ബെഡ്റൂം, ഏറ്റവും മുകളിലുള്ള ഈ തട്ടിൽ. ഹൈഡിയുടെ കളക്ഷൻസ് ഒക്കെയാണ് കണ്ടില്ലേ. ഹൈഡിയുടെ കൊച്ചു കിടക്ക, ഇതുവഴി വേണമെങ്കിൽ താഴേക്ക് ഇറങ്ങി പോവാം. ഈ തട്ടുംപുറത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹൈഡിയുടെ കുറേ പുസ്തകങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ. ഏതൊക്കെ ഭാഷകളിലേക്ക് ഇത് തർജ്ജമ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും ഉണ്ടല്ലേ. ഹീബ്രുവിലേക്കുണ്ട്, ഹീബ്രു ഉൾപ്പെടെ ഏതെല്ലാം ആഫ്രിക്കൻ ലാംഗ്വേജുകളിലേക്ക്, ഏതെല്ലാം ഭാഷകളിലേക്ക് ഹൈഡിയുടെ ഈ കഥ തർജ്ജമ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ജാപ്പനീസ് ഇവിടെയുണ്ട്, ഇത് ചൈനീസ്. അപ്പൊ ഏതെല്ലാം ഭാഷകളിലേക്ക് ഇത് തർജ്ജമ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് ഹൈഡി ഹൗസിലെ കാഴ്ചകൾ. നമ്മൾ ഈ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവയൊക്കെ കയറി കാണാം. ഹൈഡിയുടെ ആ ടെയിലിലെ ആ വീടും അതിൻ്റെ നറേറ്റീവ്സും ഒക്കെയാണ് ഇവിടെയുള്ളത്. ഇവിടെ ഹൈഡിയുടെ പശുവിന്റെ കഴുത്തിൽ കെട്ടിയിരുന്ന മണികളൊക്കെ ഉണ്ട്. ഇവിടെ അതിന്റെ ആ സ്റ്റോറി, ഹൈഡി എങ്ങനെയാണ് ആ ഗ്രാമത്തിലേക്ക് വന്നത്, കഥ
ഇങ്ങനെ ഒരു ചെറിയ വിഷ്വലായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് പറഞ്ഞതുപോലെ ഒരുപാട് സീരീസുകളായിട്ടും അതുപോലെ അനിമേഷൻ ഫിലിമുമായിട്ടും ഒക്കെ വന്നതാണ് ഹൈഡിയുടെ കഥ. അപ്പം കുട്ടികൾക്കൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീരീസും ഒക്കെയാണ്. അപ്പോൾ ഇതിലുണ്ടായിരുന്ന ഈ വില്ലേജും ഇതിലൊക്കെ ഡെപ്പിക്ട് ചെയ്തിരിക്കുന്ന ഈ വില്ലേജും ആ വില്ലേജിനുള്ളിലെ വീടുകളുടെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെയാണ് ഇവിടുത്തെ കാഴ്ച. ടൗൺ ഹാൾ സ്കൂൾ, അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ടിക്കറ്റ് ഇവിടെ സ്വൈപ്പ് ചെയ്തിട്ട് കയറുകയാണ്. അപ്പോൾ ഇവിടെ ഈ ബാർകോഡുള്ള ഭാഗം ഇതിൽ കയറ്റി വിട്ടാൽ നമുക്കിവിടെ എൻട്രി ആയി. ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ആ വില്ലേജിലെ സ്കൂൾ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഹൈഡി പങ്കെടുത്തിരുന്ന സ്കൂൾ, അവിടുത്തെ ഒരു ക്ലാസ് റൂമിൻ്റെ ടിപ്പിക്കലായിട്ടുള്ള ഒരു അവതരണമാണ്. അവിടെയുള്ള ഉപകരണങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ അറയിലേക്ക് വരുമ്പോൾ ഇവിടെ വെജിറ്റബിൾസും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ സ്റ്റോർ ചെയ്യുന്നിടം. അത്ര മനോഹരമായിട്ടാണ് ഇതൊക്കെ പുനരവതരിപ്പിച്ചിരിക്കുന്നത് നോക്കുക. പൊട്ടേറ്റോ, ആപ്പിൾ, പിയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നതൊക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇത് ഹൈഡിയുടെ ഒരു ബാൺ. അപ്പൊ ആ കഥയ്ക്കകത്ത് ഈ മൂവീസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അവതരിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ പുനരവതരിപ്പിച്ചിരിക്കുകയാണ്. കറ്റയൊക്കെ ഒരു വലിയ കെട്ടായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാവുന്നത് ഹൈഡിയും ഹൈഡിയുടെ ഗ്രാൻഡ് ഫാദർ മുത്തച്ഛനും പിന്നെ ക്ലാരയും പീറ്ററും ഒക്കെ ആ കഥകളിലൊക്കെ ഉള്ളതുപോലെ തന്നെ കഥയിലുള്ളതുപോലെയൊക്കെയുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ പുനരവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഹൈഡിയുടെ കോഴിക്കൂടും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. കണ്ടില്ലേ, കോഴികളൊക്കെ പോകുന്നുണ്ട്. ഇവിടെ പശുക്കൾക്കൊക്കെ തീറ്റി കൊടുത്തിരുന്ന സ്ഥലം അല്ലേ. ഇവിടെ നമ്മുടെ ആട്ടിൻ തൊഴുത്തുണ്ട്. ഇവിടെ പശുക്കൾക്കൊക്കെ വെള്ളം കൊടുക്കാനായിട്ടുള്ള സംഭവങ്ങൾ. അവിടെ റിയലായിട്ടും ആടുകൾ കിടപ്പുണ്ട്. ആട്ടിൻ തൊഴുത്തൊക്കെ ഉണ്ട്. കോഴികൾ, പശുക്കൾ, അത്ര രസകരമാണല്ലേ. പുൽമേടുകളാണ് എവിടെ നോക്കിയാലും. തീർച്ചയായിട്ടും ഹൈഡി തൻ്റെ കുഞ്ഞാടുകളെയൊക്കെ മേയിച്ചുകൊണ്ട് നടന്നിരുന്ന സ്ഥലങ്ങളാണ്. എത്ര മനോഹരമായ ഒരു ഗ്രാമം. അപ്പോൾ എപ്പോഴും ഗ്രാമത്തിൻ്റെ ഭംഗിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് മായാത്തതാണ്. എത്ര ടൗൺഷിപ്പുകൾ വന്നാലും എത്ര നഗരങ്ങൾ വന്നാലും മനുഷ്യൻ ആത്യന്തികമായി നഗരമൊക്കെ ഉപേക്ഷിച്ച് ഗ്രാമത്തിലേക്ക് തന്നെ തിരിച്ച് ചേക്കേറാനായിട്ട് എപ്പോഴും ആഗ്രഹിക്കും. ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ നമ്മുടെ OV വിജയൻ രവി എന്ന ഒരു കഥാപാത്രത്തിനെ ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പട്ടണത്തിൽ നിന്ന് വന്ന് ഒരു ഗ്രാമപ്രദേശത്ത് താമസം ഉറപ്പിക്കുകയും അവിടെയുള്ള മനുഷ്യരുമായിട്ടൊക്കെ ഇടപെട്ട് അവിടുത്തെ കൾച്ചറും സംസ്കാരം, അങ്ങനെ അവരുടെ വിശ്വാസങ്ങൾ, ഇതൊക്കെ അയാളെ എന്തുമാത്രം സ്വാധീനിക്കുന്നു, അങ്ങനെ ആ വില്ലേജുമായിട്ട് ആ ഗ്രാമവുമായിട്ട് അയാളുടെ മനസ്സ് എന്തുമാത്രം താതാത്മ്യം പ്രാപിക്കുന്നു എന്നൊക്കെയുള്ളതാണ് ഖസാക്കിൻ്റെ ഇതിഹാസം എന്നുള്ള OV വിജയൻ്റെ ആ പ്രശസ്തമായ ആ നോവലിൻ്റെ തീം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഹൈഡിയുടെ കഥ തീർച്ചയായിട്ടും യൂറോപ്പിലെ 1800കളിലോ മറ്റുമാണ് ഇത് എഴുതപ്പെട്ടത്. ഒരുപാട് ലാംഗ്വേജസിലോട്ട് തർജ്ജമ ചെയ്യപ്പെട്ട ഒരു ബാലസാഹിത്യമാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. അപ്പോൾ അത് എത്രയോ ആൾക്കാരെ ഇന്നും ആകർഷിക്കുന്നു, എത്രയോ ആൾക്കാരെ ഇന്നും സ്പർശിക്കുന്നു. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ ഇതുപോലെയുള്ള ഈ വില്ലേജുകൾ,
ഇത് സന്ദർശിച്ച് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ ഇത് മനുഷ്യ മനസ്സിനെ എന്തുമാത്രം സ്പർശിക്കുന്ന ഒന്നാണെന്നുള്ളത്. അല്ലേ? ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു നഗരത്തിനും ഒരു മോഡേൺ സ്ട്രീറ്റിനും ഒന്നും അവകാശപ്പെടാനില്ലാത്തതാണ്. വളരെ യുണീക്കായിട്ടുള്ള കാഴ്ചകളും ആ ഭംഗി എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, അത് അത്ര സ്പർശനീയമാണ്, അത്രയധികം ആസ്വാദ്യകരമാണ്. അപ്പം ഇതുകൊണ്ട് മാത്രമാണ് ഈ ഹൈഡി വില്ലേജിൽ വരാനായിട്ട് ഞാൻ താല്പര്യപ്പെട്ടത്. ഈ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിച്ചതും ഇതുകൊണ്ടാണ്. ഒരുപാട് ആൾക്കാരെ ഇൻസ്പയർ ചെയ്തായിരിക്കാം. ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ ഇതുപോലെയുള്ള സ്റ്റോറീസൊക്കെ വായിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ എന്തുമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഹൈഡി വില്ലേജിലെ കാഴ്ചകൾ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു നെക്സ്റ്റ് ടൈം.